അപ്പോൾ നമ്മളുടെ ചെറുപ്പക്കാരിൽ കണ്ടുവരുന്ന സ്ട്രെസ്സും അമിത ജോലിഭാരവും ഹൃദ്രോഗത്തിലേക്ക് നയിക്കുന്നത് സത്യമാണോ? തീർച്ചയായിട്ടും. അതിന് നമ്മൾ കരോഷി സിൻഡ്രം എന്ന് പറയും. ജപ്പാനിൽ കരോഷി സിൻഡ്രം ജപ്പാനിലാണ് അത് ആദ്യം അതേപ്പറ്റിയുള്ള നിർവചനങ്ങൾ ഉണ്ടായത്. 40 മണിക്കൂറുകൾക്ക് പകരം 55 60 മണിക്കൂറൊക്കെ ഒരു ദിവസം ജോലി ചെയ്യുന്ന ഒരാഴ്ച ജോലി ചെയ്യുന്ന ആ ഒരു പ്രതിഭാസം, അമിത അധ്വാനം, അത് വരുമ്പോൾ നമുക്ക് സ്ട്രെസ്സ് കൂടുകയാണ്. ഈ സ്ട്രെസ്സ് കൂടിയാണ് അറിയാം. ഒരു ഹൃദ്രോഗ വിദഗ്ധൻ ഗുജറാത്തിലെ ജാംനഗറിൽ 41 വയസ്സുള്ള ഒരു ഹൃദ്രോഗ വിദഗ്ധൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ ആൻജിയോപ്ലാസ്റ്റി, ഭക്ഷണം കഴിക്കാൻ സമയമില്ല. അദ്ദേഹം വെറും 41 വയസ്സുള്ള ഓവർ സ്ട്രെസ്സ്, ഓവർ വർക്ക്, ഭക്ഷണമോ വ്യായാമമോ വിശ്രമമോ ഒന്നുമില്ലാത്ത ഒരു ചെറുപ്പക്കാരൻ ഒരു ദിവസം രാത്രിയിൽ ഭാര്യയോട് പറയുന്നത് നെഞ്ചിൽ അസ്വാസ്ഥ്യം, ഒരു അടുത്തുള്ള ആശുപത്രിയിൽ പോയി ECG എടുക്കുന്നത് നോർമലാണ്, പിറ്റേ ദിവസം തിരിച്ചു വന്ന് അപ്പോൾ തന്നെ കിടന്നു, പിറ്റേ ദിവസം നോക്കുമ്പോൾ മരിച്ചു കിടക്കുകയാണ്. ഇവിടെ അമിതമായ അധ്വാനം എപ്രകാരം ഒരു മനുഷ്യനെ മരണത്തിലേക്ക് നയിക്കുന്നു എന്നുള്ളതാണ്. അത് എപ്രകാരം നയിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ ഉണ്ടാകുന്ന സ്ട്രെസ്സ്, നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന സ്ട്രെസ് ഹോർമോണുകളുടെ തിരയിളക്കം, ഹൃദയധമനികൾ ചുരുങ്ങുന്നത്, നെഞ്ചിടിപ്പിലെ വ്യത്യാസം, ഇതെല്ലാം മരണത്തിലേക്ക് നയിക്കുകയാണെന്ന് ഓർക്കണം. അപ്പം അമിത വ്യായാമം, അമിത അധ്വാനം, അങ്ങനെയാണ് അമിതാധ്വാനത്തിലൂടെ മരണം എന്നർത്ഥം വരുന്ന കരോഷി സിൻഡ്രം ഉണ്ടായത്. ആ ഒരു സംജ്ഞ ഉണ്ടായത് തന്നെ അമിതാധ്വാനത്തിലൂടെ മരണം എന്ന സംജ്ഞയാണ് ജപ്പാനിൽ പറയുന്നത് കരോഷി സിൻഡ്രം. അപ്പോൾ അധ്വാനിക്കുന്നതിലും ലിമിറ്റ് വേണം, അതിന് വിശ്രമം വേണം, അതിന് സമയപരിധി വേണം, എല്ലാത്തിനും. ഇതൊക്കെ അമിതമാകുമ്പോഴാണ് നാം തറപറ്റി താഴെ വീഴുന്നത്.